എല്ലാവർക്കും നമസ്കാരം. അമേദ്യം കഴിക്കുന്ന പന്നിക്കൂട്ടങ്ങളെക്കാൾ കഷ്ടമായിട്ടുള്ള ഒരു കൂട്ടം വരാഹക്കൂട്ടങ്ങളുടെ നരാധമന്മാരായിട്ടുള്ള മനുഷ്യത്വത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു 1548 ആളുകളുടെ ലിസ്റ്റ് ഇന്നലെ മുതൽ പല പത്രങ്ങളിലും ചാനലുകളിലുമായിട്ട് ഇങ്ങനെ പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ലിസ്റ്റ് വന്നാൽ സാധാരണക്കാരൊക്കെ ഞെട്ടും എന്നാണ് അതിൻ്റെ വിദഗ്ധന്മാരുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ നാട്ടിലെ നിരാലംബരായിട്ടുള്ള 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ക്ഷേമ പെൻഷനുണ്ട് 1600 രൂപ. ഇല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ള ആളുകൾക്ക്, വിധവകളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷനുണ്ട് 1600. ആ പൈസ, അതായത് ഈ ക്ഷേമ പെൻഷൻ കൈയിട്ട് വരുന്ന 1458 സർക്കാർ ജീവനക്കാർ നമ്മുടെ ഈ നാട്ടിലുണ്ടെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുക. ധനവകുപ്പിൻ്റെ വെബ്സൈറ്റിലാണ് അന്വേഷണത്തിലാണ് ഈ ഇത്രയും പേരെ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 കോളേജ് പ്രൊഫസർമാർ, 3 ഹയർ സെക്കൻഡറി അധ്യാപകർ. അപ്പം ഇവരൊക്കെ ഇത്രയും നീചമായ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇവർ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഇവർ കൊടുക്കുന്ന ഒരു ധാർമ്മിക മൂല്യം അതെന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇത് ഈ കള്ളന്മാരും പിടിച്ചുപറിക്കാരും, നമ്മളിപ്പോൾ കുറുവാ സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരെ കുറിച്ചും ഇല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊക്കെ പല മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അതിനേക്കാളൊക്കെ മോശമായിട്ട് ഈ സർക്കാർ ഇവർക്കാർക്ക് ശമ്പളം ഇല്ലാത്തവർ ലക്ഷങ്ങളോ ഇല്ലെങ്കിൽ ലക്ഷങ്ങൾക്ക് മുകളിലോ ശമ്പളമുള്ള ആളുകളായി ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ ഈ 1600 രൂപ വെച്ച് പെൻഷൻ കിട്ടണമെങ്കിൽ അതിന് എല്ലാ വർഷവും എന്ന് പറയുന്നത് മസ്റ്ററിങ് എന്നൊരു കടമയുണ്ട്, അത് പൂർത്തിയാക്കണം. അതായത് ഇവന് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആദ്യം തെളിയിക്കണം, ഇവന് 60 വയസ്സ് കഴിഞ്ഞവനാണെന്ന് തെളിയിക്കണം, അവന് ആൺമക്കൾ ഇല്ലെന്ന് തെളിയിക്കണം, ഇവന് 1000 സ്ക്വയർ ഫീറ്റ് വീട് ഇല്ലെന്ന് തെളിയിക്കണം, ഒരു 20,000 രൂപയെങ്കിലും വിലയില്ലാത്ത വിലയുള്ള ഒരു 4 വീലർ 1800 ഇവൻ്റെ പേരിൽ ഇല്ല എന്ന് തെളിയിക്കണം, മക്കളാരും വിദേശത്തില്ല എന്ന് തെളിയിക്കണം, ഇവനൊരു വരുമാനം ഇല്ല എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് തെളിയിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ടും 6 മാസവും 7 മാസമൊക്കെ കുടിശ്ശികയായി പൈസ കിട്ടാൻ. അപ്പോൾ ഈ കുടിശ്ശികക്കാരുടെ കൂട്ടത്തിലാണ് ഈ 85,000 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ ശമ്പളം വാങ്ങിക്കുന്ന ഈ യോഗ്യന്മാർ, ഈ നരാധമന്മാർ ഇതിനകത്ത് കൈയിട്ട് വാരി തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ ഏത് കൂട്ടത്തിൽ ഗണിക്കാൻ പറ്റും? അത് ഈ ഒരു വിഭാഗത്തിൽ മാത്രമല്ല, അതിനകത്തൊരു ചാർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് ആരോഗ്യവകുപ്പിൽ 373, വിദ്യാഭ്യാസ വകുപ്പിൽ 224, ആരോഗ്യ വിദ്യാഭ്യാസത്തിൽ 124, ആയുർവേദത്തിൽ 114, മൃഗസംരക്ഷണത്തിൽ 74, പൊതുമരാമത്തിൽ 47, സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ 46, ഹോമിയോപ്പതി 41, കൃഷി 35, ജുഡീഷ്യറി 34, ആരും മോശമല്ല, ഇൻഷുറൻസ് മേഖലയിൽ 31 പേര്. ഇവരാരുടെയും നികുതിപ്പണം കൊണ്ട് നമുക്കറിയാം, നമുക്ക് ഈ നാട്ടിൽ സാധാരണ ആളുകൾക്ക് കൊടുക്കാൻ പൈസയില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 7 മാസം വരെ ഇല്ല 6 മാസം വരെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കുടിശ്ശികയാണ്. അപ്പോൾ അതിന് ഈ പറ്റാവുന്ന രീതിയിലുള്ള സാധാരണക്കാരെ എങ്ങനെ പിടിച്ചു പറിക്കാം, ഇല്ലെങ്കിൽ നേടിയെടുത്ത് ഇവർക്ക് ശമ്പളം കൊടുക്കാം എന്നുള്ളത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ സമീപകാലത്ത് നമ്മൾ കണ്ടു, ഈ BPL കാർഡുകാർ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ 2 രൂപ നിരക്കിൽ അരി കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അവർക്കുണ്ട് ഈ മസ്റ്ററിങ്. അപ്പോൾ ഈ പല ആളുകളും, ഒന്നെങ്കിൽ ആളുകൾ മരണപ്പെട്ടു പോയി, അത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, അവരത് സപ്ലൈ ഓഫീസിൽ അറിയിച്ചില്ല, ഇല്ലെങ്കിൽ അറിയിക്കേണ്ടടുത്ത് അറിയിച്ചില്ല, മരണം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതോടെ അവർ ചടങ്ങ് കഴിഞ്ഞു. ഇവർ ഈ റേഷൻ കാർഡ് കൊണ്ട് ഇങ്ങനെ അരി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ആരെങ്കിലും മക്കൾ വിദേശത്ത് പോയി ജോലി കിട്ടി, അത് അറിയിച്ചില്ല, ആ പേരെങ്കിലും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരക്കാർക്ക് 10,000 രൂപ മുതൽ 25,000 രൂപ വരെ 1 കിലോ അരിക്ക് 53 രൂപ വിലയിട്ട് ഇവർ ഈടാക്കി അത്രയും പൈസ കൊണ്ട് അടയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവർ ശരിക്കും പാവങ്ങൾ, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി സാങ്കേതികമായ അറിവില്ലാത്തവരായിരിക്കാം. അപ്പോൾ അവർക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഈ റേഷൻ കാർഡിൽ ഇത് കുറവ് ചെയ്യണം, ഇവർക്ക് ഇങ്ങനെ ജോലി കിട്ടി. അപ്പോൾ ഇതെല്ലാം ഈ ആധാരമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇത്തരക്കാരെ ഈ കാര്യത്തിൽ ഉദ്ബോധിപ്പിച്ച് ഇവരുടെ ഈ പൈസ നഷ്ടം ഈടാക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനകത്ത് ഞാൻ പറയുന്നത്, വളരെ നിഷ്കളങ്കമായിട്ട് സത്യസന്ധമായ രീതിയിൽ യാതൊരു കൈക്കൂലിയും വാങ്ങിക്കാതെ അന്തസ്സായ രീതിയിൽ ജോലി നോക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വളരെ അധികമുണ്ട്. അവരെ കൂടി ഈ ചെളി തെറിപ്പിക്കുന്ന, ഈ മോശക്കാരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലെ ഈ തെമ്മാടിക്കൂട്ടം, ഈ കള്ളക്കൂട്ടം, ഇല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത ഈ വർഗം കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ധനമന്ത്രിയുടേതായിട്ടൊരു ഇത് കണ്ടത്, പലിശയടക്കം ഈ പൈസ വരെ തിരിച്ചു പിടിക്കുന്നതാണ്. പലിശയടക്കം ഇവർ മേടിച്ച് 1600 പെൻഷൻ പൈസ പലിശയടക്കം തിരിച്ചു പിടിക്കും. അപ്പോൾ ഈ സാധാരണ ചെയ്യുന്ന അങ്ങനെയാണ്, ഈ അർഹതയില്ലാത്തവരിലെ മക്കൾക്കാർക്കെങ്കിലും ജോലി കിട്ടിയില്ലെങ്കിൽ വീട് പണിത് പോയി അത് അറിയിച്ചാത്ത പേരിൽ ഇവർ പെൻഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൻഷൻ സാധാരണക്കാരനെ തിരിച്ചു പിടിക്കും. അതിന് പലിശയും നഷ്ടമൊക്കെ ഇവർ ഈടാക്കും.
പക്ഷെ ഇവർക്ക് അത് സാധാരണക്കാരന് അവന് വലിയ ബുദ്ധിബോധമുള്ളവനല്ല, വിദ്യാഭ്യാസം ഉള്ളവനല്ല, അവന് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, അറിവില്ലായ്മ കൊണ്ട് അവന് തെറ്റിയതാണ്. ആ തെറ്റിനാണ് അവൻ ഈ ഫൈൻ അടയ്ക്കുന്നതെങ്കിൽ ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു കോളേജ് അധ്യാപകൻ, ഒരു കോളേജ് പ്രൊഫസറിന് അറിയത്തില്ലാത്തവനല്ല, ഒരു ഹയർ സെക്കൻഡറി അധ്യാപനം അറിയത്തില്ലാത്തവരില്ലെങ്കിൽ സർക്കാർ ജോലിയിൽ ഇവർ വലിയ PSC എഴുതി ഇല്ലെങ്കിൽ വളരെ ത്യാഗം സഹിച്ച് പഠിച്ച് ഉറക്കുളച്ചിരുന്ന് ജോലി വാങ്ങിച്ചു എന്ന് പറയുന്ന വിഭാഗമാണുള്ളവർ. അപ്പോൾ ഇവർക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇവർ മനഃപൂർവ്വമാണ് ഈ സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കൈയിട്ട് വരുന്നത്. പോക്കറ്റിലല്ല കൈയിട്ട് വരുന്നത്, അവൻ്റെ അരിയിൽ കൈയിട്ട് വരുന്നത്. അവൻ അനുഭവിക്കേണ്ട പൈസ കൂടി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ശരിക്കും ചെയ്യേണ്ടത് ഇവരിൽ നീ പണം ഈടാക്കുകയല്ല ചെയ്യേണ്ടത്. ഇവർ ഈ ഇത്രയും കാലം വാങ്ങിച്ചിട്ടുള്ള ശമ്പളം എത്രയാണോ, 85 ഒന്നെങ്കിൽ ഒന്ന്, അവരാ വാങ്ങിച്ചിട്ടുള്ള ശമ്പളം അതിൻ്റെ പലിശ ഉൾപ്പെടെ ഇവരിൽ നിന്ന് തിരിച്ച് ഈടാക്കുക, ഇവരെ നിഷ്കരണം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. അപ്പം നമുക്കറിയാം, ഈ സമീപകാലത്തൊക്കെ കൈക്കൂലി ഒരു ദിവസം പത്രം വായിച്ചാൽ 2 പേരെ 3 പേരെങ്കിലും വിജിലൻസ് പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 5000 മുതൽ ഇല്ല 1000 മുതൽ 100 മുതൽ അവർ ആ സംഭവത്തിൻ്റെ ഏക്കം അനുസരിച്ച് എങ്ങനെയാണോ അത്രയും പൈസ ഇവർ സാധാരണക്കാരിൽ നിന്ന് പിടിച്ചു പറിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരെയും പിടിച്ചുവിടണം. അവരെക്കാൾ കഷ്ടമായിട്ടുള്ള പിടിച്ചുപറിയല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ തന്ത്രപരമായിട്ട് ഒരു സർക്കാരിനെയും ജനങ്ങളെയും സാധാരണക്കാരെയെല്ലാം ഒന്നിച്ച് പറ്റിക്കുന്ന ഈ കള്ളക്കൂട്ടം. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഇതിൽ അന്തസ്സായിട്ട് ടോയ്ലറ്റ് മാലിന്യം പൂജിക്കാൻ മേലെ, അതല്ലേ ഇവർക്ക് ഇതിലും അന്തസ്സ്? അതും ഇതുമായിട്ട് തന്നെ വ്യത്യാസമുള്ള ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ പൈസയില്ല, അതും 6-7 മാസം കുടിശ്ശിക. അവർക്ക് പല പല കാരണങ്ങൾ പറഞ്ഞ് നിരസിക്കുമ്പോൾ ഇവർ ഈ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിച്ചിട്ട് അതിനകത്ത് നിന്ന് കൈയിട്ട് വരുന്ന ഇത്തരക്കാർക്കെതിരെ ഇത് പൊതുജനം ഉണരണം ഇതിനെതിരെ. എന്നോർത്ത് ഞാൻ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയോ ഇല്ലെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ കള്ളന്മാരാണെന്നോ മോശക്കാരാണെന്ന് പറയല്ല. ഇത്തരക്കാർ കുറച്ചുകൂടി മതിയല്ലോ. ഇപ്പോൾ ഈ ലിസ്റ്റ് തന്നെ പൂർണ്ണമല്ല, ഇതിനകത്ത് മുഴുവൻ ലിസ്റ്റ് വന്നാൽ ഞെട്ടിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇത് എല്ലാവിധ സംഘടനകളും ഇവർക്കെതിരെ തിരിഞ്ഞുകൊണ്ട് ഇവരെ നിഷ്കരണം സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. ഇവരെത്ര ശമ്പളം വാങ്ങിച്ചിട്ടുണ്ടോ ആ ശമ്പളം മുഴുവൻ പലിശ ഉൾപ്പെടെ തിരിച്ചു വാങ്ങിക്കുക. 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇപ്പോൾ ഇവർ 1500 വെച്ച് അനർഹമായിട്ട് കൈപ്പറ്റിയതുപോലെ ആ പൈസ ഇവരുടെ ശമ്പളമെല്ലാം പിടിച്ചിട്ട് ഈ 60 വയസ്സ് കഴിഞ്ഞുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നിലാനമ്പലായിട്ടുള്ള ആളുകൾക്ക് 1600 വെച്ച് എല്ലാ മാസവും കൊടുക്കട്ടെ. അത് ഞാൻ ഉൾപ്പെടുന്ന സംഘടന ആവശ്യപ്പെടുന്നത് മാസം എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും 10000 രൂപ വെച്ച് ശമ്പളം കൊടുക്കണമെന്നാണ്. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുത്തിപ്പെടും, അത് ഇവർ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇവർ ഈ കാലങ്ങളായിട്ട് ഈ പറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പൊതുജനത്തിൻ്റെ ഈ കണ്ണുനീര് നക്കി കുടിക്കുന്നത് നിർത്താൻ ഇവർ തയ്യാറല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തരം ശമ്പളം ജോലി ചെയ്യുന്നതിനനുസരിച്ച് ശമ്പളം കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും തുല്യമായിട്ട് പെൻഷൻ കൊടുക്കട്ടെ. ഇതിപ്പോൾ ഈ പാവങ്ങൾക്ക് കൊടുക്കാനില്ല, ഇവർക്ക് കൃത്യമായിട്ട് അവരത് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തും. ആ ഒരു സ്ഥിതിക്ക് മാറ്റം വരണം. ഇവരെ നിഷ്കരണം പിരിച്ചുവിടുക. ഇവർക്ക് അനുകൂലമായിട്ട് ഒരു യൂണിയൻകാരും ഒരു രാഷ്ട്രീയക്കാരും ഇടപെടരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അത് സാധാരണ ജനത്തിൽ നിന്ന് ആ ഒരു യൂണിയൻകാരെ ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കൂടെ പിന്തിരിപ്പിക്കുന്നൊരു അവസ്ഥ ഇതിനകത്ത് ആർക്കും ന്യായീകരിക്കാവുന്ന ഒരു പ്രവർത്തനമല്ല ഇത്തരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ ഇവരെ പിരിച്ചുവിടുക, ഇവരിൽ നിന്നുള്ള പൈസ പൈസ ഇല്ലാതെ മുഴുവൻ, അതായത് ശമ്പളം പൈസയുള്ളത് മുഴുവൻ ഇവരിൽ നിന്ന് പലിശ ഉൾപ്പെടെ തിരിച്ചു വാങ്ങിക്കുക. മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക. അതിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ട് നടത്തിയതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം ഇവർ മാത്രമല്ല, ഇപ്പം ഈ സാധാരണക്കാരെ മസ്റ്ററിങ്ങിനൊക്കെ ഈ പഞ്ചായത്ത് തലത്തിലുള്ള ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരാരെങ്കിലും ഇത് എഴുതി കൊടുക്കാതെ ഇല്ലെങ്കിൽ ഇവനിനി യോഗ്യനാണെന്ന് പറയാണ്ട് ഇവർക്ക് ഈ പൈസ കിട്ടുകയല്ലോ, അവരെയും കണ്ടെത്തുക, അവരെയും മാതൃക അവരുമായിട്ട് ശിക്ഷിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർപ്പിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.